ഹലോ, വെൽക്കം ടു നിശാമേന യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗുമായിട്ട് വന്നേക്കാണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തൃശ്ശൂർ പൂരമായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രഹ്മത്തിനെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അളിയൻ്റെ താറിലാട്ടോ. അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരും ചേച്ചി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളിയൻ ഇന്ന് തിരിച്ച് ജോലിക്ക് പോവാണ്. അപ്പം അവിടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഞാൻ അവിടുന്ന് ഊബർ വിളിച്ച് ഗുരുവായൂർ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അവിടെ അനന്തകൃഷ്ണനും നന്ദുവും പിന്നെ അതുപോലെ കൃഷ്ണദേവും എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകളാണോ ഇത് കാണാൻ പോണത്. അപ്പം നമുക്ക് ചെല്ലാൻ അളിയനൊക്കെ വണ്ടിയുടെ അയ്യോ ഓണടിച്ച് പൊട്ടിച്ചു ചെവി. അയ്യോ ഒക്കെ വായിക്ക് വെച്ച് ചില സാധനങ്ങൾ മുണ്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ അത് മുണ്ടൊക്കെ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അകത്ത് കയറാം. ഹെഡ്ഫോൺ എടുത്തില്ല, എടുക്കണോ മീറ്റിങ്ങിന്? എടുക്കാം. അല്ലെങ്കിൽ ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ട് പോകുന്ന വഴിക്ക്. അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഹെഡ്ഫോൺ എടുക്കാൻ പറഞ്ഞാണ്. അളിയൻ അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി. അതെ, ഹെഡ്ഫോൺ എടുത്ത് നമുക്ക് തിരിച്ച് വീണ്ടും കയറി അങ്ങോട്ടേക്ക് ചെല്ലാട്ടോ. അങ്ങനെ ഞങ്ങൾ അതെ അങ്കമാലി എത്തിയിട്ടുണ്ട്. അങ്കമാലി ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയേക്കോട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ബാത്റൂമിലും പോകാം. അപ്പം അതിനു വേണ്ടി ഒന്ന് നിർത്തിയേക്കോട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് ഇനി യാത്ര തുടരാം. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ വരുന്ന വഴിക്ക്. ഇനി അങ്ങോട്ടേക്കും തിരക്കില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് പതുക്കെ എത്തിയായി. വൈകുന്നേരം 4 മണിക്കാണ് ആനയെ തൊഴിക്കണത്. എൻ്റെ ധൃതിയൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ പോയി അളിയൻ്റെ അടുത്ത് അവിടെ ഫ്ലാറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകണുള്ളൂ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞത് വണ്ടി കയറിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ നമുക്ക് തൃശ്ശൂർക്ക് പോവാം. തെറ്റല്ലേ? അല്ലെ മീറ്റിങ്ങിന് കയറിയോ? കയറിയില്ലേ? മീറ്റിങ്ങിലാണോ? ഓക്കെ, അതേ മീറ്റിങ്ങില്ല. അവിടുന്ന് ചായയും കുടിച്ചിട്ട് നമ്മൾ അതേ യാത്ര തുടരുകയാണ്. അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിക്കുള്ള ചില ഓവർ ബ്രിഡ്ജുകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. അതുകൂടാതെ ഇന്ന് വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് മൊത്തത്തിൽ ട്രാഫിക്കൊക്കെ കുറവുണ്ട് കേട്ടോ. ഫൈനലി നമ്മളിതേ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നൈസായിട്ട് തന്നെ എത്തി കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഉള്ളത് ചേച്ചിയുടെ ഫ്ലാറ്റിലാട്ടോ. അപ്പം കുറച്ച് കഴിയുമ്പോൾ അളിയൻ എയർപോർട്ടിലേക്കും പോകും, ഞാൻ ഗുരുവായൂരിലേക്കും പോകും. ഇവിടുന്ന് ഊബർ കിട്ടും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഓൾറെഡി നല്ല ജലദോഷമായതുകൊണ്ട് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. ഇനി ഇവിടുന്ന് ഊണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് ഞാൻ നേരെ ഗുരുവായൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ വീഡിയോ ഒക്കെ എടുക്കൽ ഇച്ചിരി കുറവാണ്. കുറച്ച് കട്ട്സ് ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഊബറൊക്കെ കയറിയത് നമ്മൾ ഇവിടെ അടുത്തത് ഉണ്ണിച്ചേട്ടൻ, നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ പുതിയ വീടാണ്. അവിടെയാണ് എല്ലാവരും. ഹായ് ഗായ്സ്, എന്നാ വലിയ എനർജി ഇല്ലാതെ ഞാൻ അങ്ങ് അവിടുന്ന് വന്നിട്ട് എനിക്ക് എനർജിയല്ലോ. എന്നേ അതെ, ഒരു ഓട്ടക്കാരന് പൈസ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ ചേട്ടൻ, ഇവിടുത്തെ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പൈസ കൊടുക്കാൻ. ആ ചേട്ടൻ ഗൂഗിൾ പേ ഇല്ലെന്ന്. അയ്യോ പാവം ചേട്ടൻ. എന്താവുമെന്തോ. എന്തായി അമ്പലത്തിലേക്ക് കയറി തൊഴുതോ? പാട്ടൊന്നും നിർത്തോ? കോപ്പിറൈറ്റ് ആരുടെ പാട്ട് വെച്ചാണ്? എത്രാമത്തെ ഡ്രസ്സാണ് മാറണത്? ഇത് എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സാണ് പറഞ്ഞേ. ഞാൻ പിന്നെ അവിടുന്ന് വന്നത് ഒരു മുണ്ടൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് മുണ്ടെങ്കിലും കൊടുക്കാന്ന് ചോദിച്ചു. അതല്ല മികച്ച നേരം. അപ്പോൾ ഞാനും ഒന്ന് മുണ്ടാക്കട്ടെ. അതെ, ഞാനും മുണ്ടെടുത്ത് സെറ്റായി. നീ പിന്നെ ഓൾറെഡി മുണ്ടാണല്ലോ അല്ലേ? അപ്പോൾ അവിടുന്ന് ഇറങ്ങിട്ടോ. അവിടുന്ന് ഇനിയിപ്പോൾ ഇറങ്ങി ആന ഇറക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇത് അടിപൊളി സ്ഥലം കേട്ടോ. നല്ല നാടൻ വൈബാണ്. അയ്യോ, അതെ മാമ്പഴമൊക്കെ ചേർക്കണം. ഇത് എന്താ മൊത്തം ഉറുമ്പോ? എല്ലാവരും വണ്ടി കയറി. അയ്യോ ആന എത്തിയോളാ? ആന എത്തി. അയ്യോ വേന്നോ ആന ഇറങ്ങുന്ന ഷോട്ടൊക്കെ നമ്മളങ്ങനെ ആനയുടെ അടുത്തെത്തിയിരിക്കുന്നു. ആന ഇറക്കിയിട്ടില്ല. ആന ഇറക്കാൻ പോണേ ബ്ലോക്ക് ചെയ്യുന്നില്ല. എന്നെ ബ്ലോക്ക് ചെയ്യരുത്. നമ്മളിത് അങ്ങനെ ഫൈനലി എത്തിയിരിക്കുന്നു. അപ്പോൾ ദേ ആന ഇറക്കാൻ പോവുകയാണ് പതുക്കെ. ബ്രഹ്മാസന ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇറക്കാൻ തുടങ്ങും കേട്ടോ. ഹലോ
മെയിൻ ഫോട്ടോഗ്രാഫർ വന്നു കഴിഞ്ഞു. കാപ്പ് എന്താണ് അടുത്ത വര പോടെ വേറെ കൃഷ്ണദേവേ എന്നെ വ്ളോഗ് എടുക്കാൻ സഹായിക്കില്ല. എനിക്ക് റീൽസും കൂടെ എടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൺ ഹോൾഡ് ചെയ്താൽ മതി. ഞാനേ ഇതൊരു സ്നേഹമല്ലോ, എടുത്തു തന്നെ കേട്ടോ. അതെ വെള്ളം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കോട്ടെ അവിടെ. ഇത് ഏത് അമ്പലമാണോ എന്തോ? ഏത് അമ്പലമാണോ അത് അറിയോ? ഒരുപാടില്ല. ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടെ വന്ന് ആനയ്ക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കുക. ഇവിടെ അടുത്ത് തന്നെയാണ് ആന ഇറക്കിയത്. അപ്പോൾ ആനയ്ക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പൂരത്തിന് വരാൻ പറ്റില്ല. പൂരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൂരൊക്കെ അമ്മായിരുന്നു. അടിപൊളിയായിരുന്നോ? അങ്ങനെ വെയിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? തൃശ്ശൂരും കൊച്ചിങ്ങനെ മിക്സ് ആയിരുന്നു. അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. പക്ഷേ നേരത്തെ ഇറങ്ങി. എത്രയാണ് 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ടായിരുന്നു കോട്ടമാറ്റൊക്കെ ഉണ്ടായത് പോലെ. മറ്റേ ദുരന്തം കാരണം അങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നു. 8 മണിക്ക് കയറിയല്ലേ? അയ്യോ, എത്ര മണിക്കാണ് ഇപ്പം ഇറങ്ങിയത്? 6 മണിയോ 7 മണിയോ? അപ്പം ഇറങ്ങി 5 മണിക്ക് ഇറങ്ങി. 5 മണിക്ക് ഇറങ്ങി. ഓക്കെ. അത് കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ഇവിടെ ഗുരുവായൂർ വന്ന് സ്റ്റേ ചെയ്തു അല്ലേ? ഓ ഓക്കെ. ആനയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ഈ അമ്പലത്തിൽ തൊഴിച്ചിട്ടാണോ പോണേ? ഈ അമ്പലത്തിൽ തൊഴിക്കണല്ലോ? ഉണ്ടാക്കില്ല, തൊഴിച്ചിട്ടായില്ല. ജസ്റ്റ് അകത്താണല്ലോ തൊഴിച്ചിട്ട് പോവാം. അതെ ഇവിടെ തൊഴിക്കണോ? ഇനിയിപ്പോൾ നേരെ ഗുരുവായൂരിലേക്ക് പോവാം, അമ്പലത്തിലേക്ക് പോവാം, ഗുരുവായൂർ അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. അതെ ആന പുറകെ നടക്കുന്നുണ്ട്. അവിടെ ഉണ്ടോ? എന്താണ് നല്ല മികച്ചൊരു ഇതായിട്ടുണ്ട്. എന്താണ് സംഭവം? ഇവിടെ നടക്കുന്ന ആരാന്ന് വെച്ചാൽ കൂട്ടുകാരൻ. അതിൻ്റെ ഇടയ്ക്കൊക്കെ നോക്ക്. അങ്ങനെ നമ്മളത് അമ്പലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഗായ്സ്. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. തൊഴിച്ചത് കുറിയും തൊട്ടു. നമ്മളത് ഇവിടുന്ന് ഇറങ്ങുവാണ്. എല്ലാം ടപ്പ ചെയ്തായത് ഒരു വരടി. ആന ഇറങ്ങുവാട്ടോ. ഞാൻ പറയണമല്ല, കേൾക്കണ്ടോ? ഭയങ്കര ക്രൗഡാ, സൗണ്ടും ഇല്ല. ഇപ്പം ഗുരുവായൂർ കേശവനെയും പത്മനാഭനെയും തൊഴിച്ചു കേട്ടോ. ഇനിയിപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആനകളും തൊഴിക്കാറുള്ളതാണ്. അങ്ങനെ തൊഴിക്കലൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവുകയാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ തൊടുപുഴയിൽ നിന്ന് ഇവിടം വരെ വന്നത്. അതിനത് ഭംഗിയായിട്ട് തന്നെ നടന്നു കിട്ടാം. അപ്പോൾ അതല്ല, പൂരം കൂടാൻ ഇന്നലെ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇന്നലെ പനിയൊക്കെ ആയിരുന്നു. എന്നാലും ഇതിന് ഞാൻ വന്നെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ പരിപാടി കഴിഞ്ഞു.